Good afternoon. Let us continue the subject method of teaching. We were talking about the different educationalist philosophies of education and their approach and their policies towards the teaching method. So we are studying about method of teaching, democratizing education. ഡെമോക്രാറ്റിക് ക്ലാസ് റൂമിന്റെ അകത്ത് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു വിദ്യാഭ്യാസ ജനാധിപത്യ വിപ്ലവം എന്നൊക്കെ പറയുന്ന രീതിയിൽ സമൂഹത്തിൽ മുഴുവനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അത് ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും എക്കണോമിക് സ്റ്റെബിലിറ്റി വ്യത്യാസം അനുസരിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നൊക്കെ പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കരിക്കുലം ഇൻഫന്റ് സ്കൂൾ ഏജ്, വെർണാക്കുലർ സ്കൂൾ ഏജ്, ലാറ്റിൻ ഗ്രാമർ സ്കൂൾ ഏജ്, യൂണിവേഴ്സിറ്റി ട്രാവൽ സ്റ്റേജ്, എന്താണ് 0 to 6 yearsഉം 6 to 12 yearsഉം 12 to 18 yearsഉം 18 to 24 years എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പുതിയ കരിക്കുലം വന്നു. എന്താണ് ആ കരിക്കുലം? പാഠ്യപദ്ധതി പാഠ്യക്രമവും വന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകൃതമായി. എപ്പോൾ? 2020 ഇംപ്ലിമെന്റേഷൻ. അങ്ങനെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇനി NEP 2020 അനുസരിച്ചിട്ടുള്ള പ്രിപ്പറേറ്ററി അല്ലെങ്കിൽ എലിമെന്ററി എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് LKG അല്ലെങ്കിൽ പ്രീ സ്കൂൾ മുതൽ LKG മുതൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് വരെ 5 വർഷത്തെ ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ ഉള്ളതോ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതും പ്രിപ്പറേഷൻ പീരീഡ് ഉള്ള പ്രിപ്പറേറ്ററി ഇയേഴ്സ് ആയിട്ടുള്ളതും, അങ്ങനെ ഓരോ സെക്കൻഡറി എന്നുള്ളതോ സീനിയർ സെക്കൻഡറി രണ്ടില്ല, അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോളേജ് കാലഘട്ടം ഒക്കെ സെപ്പറേറ്റ് തിരിച്ചു. അതുപോലെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പോളിസി അനുസരിച്ചാണ് 0 to 6 years, 6 to 12 എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി now here is we are going to discuss about Froebel. In his Education of Man, Froebel says, in all things there lives and reigns as eternal law. In all things there lies and reigns as eternal law. നിത്യമായ ഒരു നിയമം വിദ്യാഭ്യാസത്തിന്റെ ശാശ്വതമായ പ്രവർത്തനങ്ങളെ കുറിച്ചും, based on all pervading energetic living self-conscious and hence eternal unity God. എന്താണ് ഇദ്ദേഹത്തെ ഇറ്റേണൽ യൂണിറ്റി, ഇറ്റേണൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ എന്താണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് വേറൊരു കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിത്യമായ ഡെവലപ്മെന്റും പ്രവർത്തനങ്ങളും ഒക്കെ ദൈവത്തിലേക്ക് എത്തുന്നതിന് കാഴ്ചപ്പാടും ഒക്കെ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് ഇൻ പ്രിപ്പയറിംഗ് the self to participate in all pervading spirit that manifests itself in and through the whole universe. അതായത് പ്രിവൈഡിങ് ദ സ്പിരിറ്റ് ദാറ്റ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ ആൻഡ് ത്രൂ ദ ഹോൾ യൂണിവേഴ്സ്. അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസം അയാളുടെ ആത്മീയമായ അല്ലെങ്കിൽ അയാളുടെ ആത്മാവിലൂടെ അല്ലെങ്കിൽ അയാള് ലോകത്തെ മുഴുവനും നോക്കിക്കാണുന്ന വലിയൊരു കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഫിലോസഫി ഓഫ് ഫ്രോബൽ. ഫ്രോബലും പെസ്റ്റലോസിയും അല്ലെങ്കിൽ റൂസോ, മരിയ മോണ്ടിസോറി, ഈ മരിയ മോണ്ടിസോറിയും ഇതേപോലെയുള്ള ഒരു വിദ്യാഭ്യാസ വലിയ ചിന്തകരും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തക. അപ്പൊ മരിയ മോണ്ടിസോറി ഒക്കെ പറഞ്ഞതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോഴും മോണ്ടിസോറി തിയറി ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞ് മോണ്ടിസോറി ട്രെയിനിങ് ഒക്കെ പറയുന്നതിന്റെ ഈ ഒരു പേരിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ ഫ്രോബലും പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റും മനഃശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ പ്രവർത്തകനും വിദ്യാഭ്യാസ തത്വചിന്തകനും ഒക്കെയാണ്. Education, according to Froebel, is the unfurlment of what is already enfolded in the gem. ഒരു വ്യക്തിയുടെ ഒരു ജീൻ ഘടകത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ അണുവിൽ അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള അതാണ് എൻഫോൾഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അൺഫോൾമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തുറവിയാണ്, അതിന്റെ ഓപ്പണിംഗ് ആണ്. അങ്ങനെയുള്ള എല്ലാ കഴിവുകളുടെയും അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു തുറക്കലാണ് എഡ്യൂക്കേഷൻ.
അപ്പോൾ നമ്മളുടെ ജനിതകപരം അതിന്റെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാധുനിക യുഗത്തിലെ എഡ്യൂക്കേഷന്റെ മീനിങ് ആണ് എഡ്യൂക്കേഷൻ മീൻസ് ദ അവേക്കനിങ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ്? മനുഷ്യ വിഭവശേഷിയുടെ ഉണർവിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണതയാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രോബലും പറഞ്ഞിരിക്കുന്നത്. It is the constant progressive adjustment of an individual to the world around him. പ്രോഗ്രസീവ് ആയിട്ടുള്ള, കോൺസ്റ്റന്റ് ആയിട്ടുള്ള, നിരന്തരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവന്റെ ചുറ്റിനുമുള്ള ലോകവുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. ബൈ വിച്ച് ഹി ഡിസ്കവേഴ്സ് ഹിസ് ട്രൂ സെൽഫ്. അതിലൂടെ അയാൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ നിരന്തരമായ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ ആ വ്യക്തിയുടെ ലോകവുമായി ബന്ധപ്പെട്ട, ചുറ്റിനുമുള്ള ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാള് കണ്ടുപിടിക്കുകയും അങ്ങനെ അയാളുടെ ഉള്ളിലുള്ള ട്രൂ സെൽഫ്, സത്യമായ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ആത്മാവിനെ കണ്ടെത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷന്റെ നിർവചനം ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് പ്രോഗ്രസീവ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ദ വേൾഡ് അറൌണ്ട് ഹിം ബൈ വിച്ച് ഹി ഡിസ്കവേഴ്സ് ഹിസ് ട്രൂ സെൽഫ്. അപ്പോൾ ഒരു വ്യക്തി വിദ്യാഭ്യാസം ചെയ്യുന്നത് അയാളുടെ യഥാർത്ഥ ആത്മാവിനെ കണ്ടെത്തി വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതിലൂടെ നിരന്തരമായ പുരോഗതിയിലൂടെ, അഡ്ജസ്റ്റ്മെന്റിലൂടെ ആ വ്യക്തിയുടെ ചുറ്റുവട്ടത്തുള്ള ലോകവുമായി അയാൾക്ക് പൊരുത്തപ്പെടാനും സാധിക്കും. അങ്ങനെയാണെങ്കിലോ എത്രയൊക്കെ വാക്കുകൾ ഇവിടെ കോൺസ്റ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട്, പ്രോഗ്രസീവ് എന്ന് എഴുതിയിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഡിസ്കവറിങ് ട്രൂ സെൽഫ് ഉണ്ട്. ഇതിനെല്ലാം ഒത്തിരി അർത്ഥവ്യാപ്തികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ എഴുതുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് അതിന്റെ കൂടുതൽ മീനിങ്, വൊക്കാബുലറി നോക്കി പഠിച്ചാൽ, പദസമ്പത്ത് കിട്ടിയാൽ ഇതൊക്കെ എഴുതാം. ഓക്കെ, എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓഫ് ഫ്രോബൽ ഈസ് വെരി ക്ലിയർ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് വളരെ ക്ലിയർ ആയി അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന്. ദ മോറൽ, ഇന്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ പവേഴ്സ് ഓഫ് മാൻ മസ്റ്റ് ബി നർച്ചേർഡ് വിത്തിൻ ഹിംസെൽഫ്. എന്താണ് ഈ നർച്ചേർഡ് എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ പരിപാലിക്കുന്ന, വളർത്തിയെടുക്കുന്ന, നർച്ചർ ചെയ്യുന്ന ചില ചിന്തകള്, കഴിവുകള്, നമ്മളെ വ്യക്തിത്വ വികസനങ്ങള്, നൈപുണ്യങ്ങളുണ്ട്, സ്കിൽസ് ഉണ്ട്. ദ മോറൽ, അതിൽ ധാർമ്മികമായ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ബൗദ്ധികമായ, അതേപോലെ പ്രാക്ടിക്കൽ പവേഴ്സ് ഉണ്ട്, പ്രായോഗിക ശക്തികളും ഒക്കെ ഒരു വ്യക്തിയുടെ, ഒരു മാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ മോറലായിട്ടുള്ള, ധാർമ്മികമായ, ബൗദ്ധികമായ, പ്രാക്ടിക്കൽ, പ്രായോഗികമായ ശക്തിയും ഒക്കെ ഒരാളുടെ നർച്ചർ ചെയ്തെടുക്കുന്നതും അയാളുടെ ഉള്ളിൽ തന്നെ വളർച്ച. അപ്പം എഡ്യൂക്കേഷൻ ഈസ് പവർ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം എന്താണ്? വിദ്യാസമ്പന്നരായ, അറിവ് നേടുന്ന ആളുകൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് എന്താ? ഏത് ഓഫീസിലും ഒരാൾ, സാധാരണക്കാരൻ പറയുന്നത് പോലെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആള് ഏത് ഓഫീസിലും കയറി പോയിക്കോളും. അപ്പൊ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 minute. So, education according to Froebel is the unfoldment of what is already enfolded in the gem. It is the constant progressive adjustment of an individual to the world around him, by which he discovers his true self. The moral, intellectual, and practical powers of man must be nurtured within himself. Thus, faith must be cultivated by our own act of thinking and knowledge by our own investigation. എന്താണ് വിശ്വാസം എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്? ബൈ അവർ ഓൺ ആക്ട് ഓഫ് തിങ്കിങ് ആൻഡ് നോളജ് ബൈ അവർ ഓൺ ഇൻവെസ്റ്റിഗേഷൻ. നമ്മളുടെ അറിവും, നമ്മൾ ഇതിൽ ഈ ഗാന്ധിജി എഴുതിയിരിക്കുന്ന എന്റെ ഗാന്ധിജി എഴുതിയിരിക്കുന്ന പുസ്തകത്തിന് പേര് പറഞ്ഞേ? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളാണ്, പരീക്ഷണങ്ങൾ എന്നാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ഓഫീസിലെ വേറൊരു ശ്രുതി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് പറയുന്നത്. അപ്പൊ ദ മോറൽ, ഇന്റലക്ച്വൽ, ഇവിടെ മോറൽ അത് തന്നെയല്ലേ സോണി സാറേ? കറക്റ്റ് അല്ലേ? സോണി സാറും കറക്റ്റ് എന്ന് പറഞ്ഞു. വേറെ IT ഫീൽഡിൽ ഒരു സാറും കൂടെ അത് പറഞ്ഞു. അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ദസ് ഫെയ്ത്ത് മസ്റ്റ് ബി കൾട്ടിവേറ്റഡ്. അങ്ങനെ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുമ്പോൾ അയാളുടെ വിശ്വാസം, അയാളിലുള്ള യഥാർത്ഥത്തിലുള്ള അയാളുടെ ട്രൂ സെൽഫ്, ഇതൊക്കെ കണ്ടെത്താൻ അയാൾക്ക് സാധിക്കും. എഡ്യൂക്കേഷൻ ഈസ് ടു ബ്രിങ് മോർ അബൌട്ട് ഓഫ് മാൻ then put more into him. Problem has given following principles. The education is to bring more out of a man, more about Allah, more out of man than
then അല്ല, than put more into him. അതായത് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതല്ല, പുറത്തേക്ക് കൊണ്ടുവരണം. Nowadays what we are doing by giving education to a child, കുറെ കുട്ടിക്ക് ഇൻപുട്ട് കൊടുക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, ഫ്രോബിൽ പറയണേ, ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വയമേവ, ഇപ്പോൾ ഒരു മൃഗമായാലും മനുഷ്യനായാലും ജനിതകമായ ഗുണങ്ങളോടുകൂടി, അല്ലെങ്കിൽ ദൈവം അവർക്ക് കൊടുക്കുന്ന കുറെ അവരിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന അറിവുണ്ട്. അതിനാണ് ജ്ഞാനം എന്ന് പറയാം. അങ്ങനെ ആ ജ്ഞാനം വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് ഇത്തരം ചില, അപ്പൊ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അയാളിലുള്ള ഈ ആത്മീയമായ അല്ലെങ്കിൽ ഭൗതികമായ അല്ലെങ്കിൽ പ്രായോഗിക ശക്തിയുടെ ഒക്കെ കഴിവുകളുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ്. അപ്പോ ഒന്നും ഇൻപുട്ട് അല്ല, ഔട്ട്പുട്ട് ആണ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ദ ഗ്രേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് നോളജ് ബട്ട് ആക്ഷൻ. എന്താർത്ഥം? എഡ്യൂക്കേഷന്റെ പരമപ്രധാനമായ ലക്ഷ്യം അറിവ് നേടുകയല്ല, മറിച്ച് ആക്ഷൻ ആണ്, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരാള് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാള് എഡ്യൂക്കേഷൻ നേടിയിട്ട് എന്ത് കാര്യം? അറിവ് നേടിയിട്ട് സ്വന്തം കുടുംബം അല്ലെങ്കിൽ കുടുംബനാഥനാവാൻ പറ്റുന്നില്ല, നല്ല ജോലിക്കാരനാവാൻ പറ്റുന്നില്ല, അയാള് എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നല്ല കർഷകനായാലും ശരി, നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്ക് അതൊക്കെ സാധിക്കും. അപ്പം അതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥം. പക്ഷെ നമ്മളൊക്കെ ചോദ്യോത്തരങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് കാണാതെ പഠിപ്പിക്കുന്ന ഇൻപുട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതല്ല എഡ്യൂക്കേഷൻ. ഇപ്പൊ ആ കാഴ്ചപ്പാടൊക്കെ മാറി. Education is to bring more out of a man than put more into him. Froebel has given following principles in his educational philosophy. Froebel education philosophy കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. The principle of unity. You may write down, note down the points one by one. The principles of unity means, here unity means internal unity. What the unity? നമ്മൾ കാണുന്ന മതസൗഹാർദ്ദം അല്ലെങ്കിൽ പുറത്ത് കാണുന്ന വീട്ടിൽ കുടുംബത്തിൽ കാണുന്ന ഹാർമണി, ഇല്ലോസ് ആയിട്ടുള്ള ഹാർമണി, ആ എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഇന്റേണൽ യൂണിറ്റി. എന്തൊക്കെയായിരിക്കും ഇന്റേണൽ യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മീയമായ അല്ലെങ്കിൽ ആന്തരികമായ ഒരു പൊരുത്തം. എന്തൊക്കെയാണത്? അക്കോർഡിംഗ് ടു ഹിം നേച്ചർ ആൻഡ് മാൻ ആർ ദ ടു ഫേസസ് ഓഫ് ദിസ് യൂണിറ്റി. അപ്പം അക്കോർഡിംഗ് ടു ഹിം നേച്ചർ ആൻഡ് മാൻ ഹാവ് ക്ലോസ് റിലേഷൻഷിപ്പ്. അക്കോർഡിംഗ് ടു ഹിം നേച്ചർ ആൻഡ് മാൻ ആർ ടു ഫേസസ് ഓഫ് ദിസ് യൂണിറ്റി. പ്രകൃതിയും മനുഷ്യനും. നേച്ചർ ആൻഡ് മാൻ ഹാവ് ക്ലോസ് റിലേഷൻഷിപ്പ്, പരസ്പരമായ നല്ല ബന്ധമുണ്ട്. ഓൾ ലിവിംഗ് ബീയിങ്സ് ആർ ക്രിയേറ്റഡ് ആൻഡ് ഗൈഡഡ് ബൈ ഗോഡ്. എല്ലാ ജീവജാലങ്ങളും സർവ ജീവികളെയും സകല പ്രപഞ്ചവും സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ മാൻ ഹാസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഓൾസോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാൻ എന്തുണ്ട്? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. മനുഷ്യന് ദൈവവുമായി ബന്ധമുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഫ്രോബൽ അയാളുടെ പ്രിൻസിപ്പിൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വിശ്വാസവും ഇതുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഇനി നിങ്ങളൊരു നിരീശ്വരവാദിയാണ്, എസ്തെറ്റിക് ചിന്താഗതിയുള്ള ആളാണ്, ഇതെല്ലാം ഞാനാടോ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാം. അതിന്റെ അർത്ഥം ഇതൊക്കെ ഞാനീ പറയുന്നത് ഈ പുസ്തകത്തിലുള്ളതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഓക്കെ, സോ അപ്പം മനുഷ്യന് ദൈവവുമായ ഒരു ബന്ധമുണ്ട്. ഇനി നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സകല പ്രപഞ്ചവും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും അല്ലെങ്കിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്നും നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടകർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അങ്ങനെ ആവുമ്പോൾ ആ എഡ്യൂക്കേഷന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അത്രയും കഴിവും ശക്തിയും ഒക്കെ വെളിപ്പെടേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. The principle of continuity. Number 2, the second principle of Froebel is principle of continuity. Principle of continuity. The point number 2, the principle of continuity. എന്താണ് ഒരു നിരന്തരത അല്ലെങ്കിൽ continuity means നിരന്തരമായ എന്തെങ്കിലും. All living organism shows development. ഇത് ഉദ്ദേശിക്കുന്ന കണ്ടിന്യൂറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു വളർച്ചയുടെ വികാസം കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ഗ്രോത്ത് ലീഡ്സ് to development. So education should be given for the continuous development. Education should be correlated and must be from simple to difficult or simple to complex syllabus. Education കുറിച്ച് ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, simple to complex. അപ്പം എഡ്യൂക്കേഷൻ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മീൻസ് ഡെവലപ്മെന്റ് ആണ്. അത് എഡ്യൂക്കേഷന്റെ അർത്ഥം എന്താണ്? ഷുഡ് ബി ഗിവൻ ഫോർ ദ കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് എന്താണ്? മരണം വരെ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടേ പോകണം. ചിലരിപ്പോ വിചാരിക്കണ ഇത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോ ഈ ഒരു കോഴ്സ് കൂടെ കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. BEd ചെയ്തവരും MEd ചെയ്തവരൊക്കെ ഈ കോഴ്സ് ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം
ഏതെങ്കിലും ഒരു ജോലി കഴിഞ്ഞ് ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്തവർ ഈ കോഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പത്തിൽ ജോലി കിട്ടാറുണ്ട് എല്ലാവർക്കും. അങ്ങനെ ജോലി കിട്ടണമെന്നുള്ളതല്ല എഡ്യൂക്കേഷന്റെ ട്രെയിനിങ്ങിന്റെ ഒക്കെ ലക്ഷ്യം. ഇത് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ടാണ്. ഇത് നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ്, സിമ്പിൾ ടു ഡിഫിക്കൽട്ടിലേക്ക് പോകേണ്ടതാണ്. The third principle of Froebel is the principles of self-activity. What the Froebel believed that education should be given to self-activity. Play give them happiness. What here he says that the play gives them the happiness, promote cooperation, sympathy, and good character. What kind of good character? How the principle of self-activity. What kind of self-activity? Play or game or whatever may be. The happiness, promote cooperation, sympathy, and good character. Froebel in his book, The Education of Man. The book written by Froebel is called The Education of Man. What is the title name of the book written by the Froebel? The Education of Man. Has given such importance to play. During childhood, importance should be given in language learning. What did he say in his book that called The Education of Man? That during the childhood, especially in the early childhood education, importance of language learning should be given. That means for learning the language, the most importance shall be given. In order to give shape of his teaching, he started first school in Germany in 1810 and secondly in Switzerland in 1835. Froebel introduced stories and songs in preschool activities. In these schools, he gave much importance to the child's self-activity. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ഫ്രോബലിന്റെ എഡ്യൂക്കേഷൻ മാനിനെ കുറിച്ചും ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ലേണിംഗ് ലാംഗ്വേജ് ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഫ്രോബലിന്റെ സ്റ്റോറീസ്, സോങ്സും പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ് ആണ്. ഞാൻ ഇതിപ്പോൾ ഇവിടെ നിർത്തി നിങ്ങളോട് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ഓർത്തത് നിങ്ങൾ പ്രീ സ്കൂളിലേക്കുള്ള ഇതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. In these schools, he gave much importance to child's self-activity. കുട്ടികളുടെ സ്വയം പഠന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഗെയിമിലൂടെ, കളിയിലൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളിൽ ഗെയിം നിങ്ങളുടെ മക്കളുമായിട്ട് ഏർപ്പെട്ട് നോക്കൂ. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് നോക്കൂ. കുറച്ച് സമയം കളികൾക്ക്. നിങ്ങൾ സ്ക്രീൻ അഡിക്ഷനും ഇപ്പോൾ ഉള്ള സമയത്താണ്. എല്ലാവരും യൂട്യൂബിന് അടിമകളാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാട്സപ്പിന് അടിമകളാണ്. ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്നോട് വൈരാഗ്യ ശത്രുതയും തോന്നണ്ട. ഇതാണ് സത്യം. ഒത്തിരി കുട്ടികൾ അതിന് അടിമയായിപ്പോയി. ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം ഇപ്പോൾ. അതുപോലെ പല അസുഖങ്ങളുണ്ട്. ഒത്തിരി പേർക്ക് കണ്ണിന് പ്രശ്നങ്ങളുണ്ട്. കണ്ണിന്റെ റെറ്റീന അടക്കമുള്ള അല്ലെങ്കിൽ കണ്ണിലൊക്കെ ഒത്തിരി ക്യാൻസറുമായി കുട്ടികൾക്ക് RCCയിൽ കൂടുതൽ പേർ എത്തുന്നുണ്ട്. റീജിയണൽ ക്യാൻസർ സെന്ററിൽ, കുട്ടികളുടെ വാർഡിൽ ക്യാൻസർ സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അതുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ അപകടങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കുട്ടികളായിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ടൈം, അതുപോലെ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു സമയം, ഗാർഡനിങ്ങിനുള്ള സമയം, കുക്കിങ്ങിനുള്ള സമയം, ലേണിങ്ങിനുള്ള സമയം, മൂവി വാച്ചിങ്ങിനുള്ള ഒരു സമയം, ഇങ്ങനെ ഒരു പ്രിപ്പറേഷനിൽ പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടും. ഇതൊന്നും ഇല്ല, നിങ്ങളുടെ ജീവിതം കുഴഞ്ഞു മറിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രോബൽ പറഞ്ഞ ലേണിംഗ് ആക്ടിവിറ്റീസിൽ സെൽഫ് ആക്ടിവിറ്റിയും ഗെയിമും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, കോപ്പറേഷൻ, സിമ്പതി, ഗുഡ് ക്യാരക്ടർ, ഇതൊന്നും കിട്ടില്ല. അപ്പോൾ ഫ്രോബൽ ഇൻട്രൊഡ്യൂസ് സ്റ്റോറീസ് ആൻഡ് സോങ്സ് ഇൻ പ്രീ സ്കൂൾ. അത് പക്ഷെ നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ആകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണം. ഒരു ടൈം ടേബിൾ, അതിനകത്ത് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കണം. അതുകൊണ്ടാണ് സോങ്സ്, റൈംസ്, മ്യൂസിക്, അതുപോലെ ഒത്തിരി ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. Okay, so there was a aperitif and play things like small placards. Okay, principle of self-activity in a continuity കഴിഞ്ഞിട്ട് self-activity നമ്മൾ പറയുന്നത്. He encouraged arts, drawing. Okay, Froebel introduced stories and songs in preschool activities. Apparatus, playthings ഒക്കെ നമുക്ക് വേണം. Cards, desk, chairs and toys. Like Montessori, he also gave sense training to the preschool children. Sense training ആണ്. അതായത് IQ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇനി അടുത്ത സെഷനിൽ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി ഓരോ പ്രായത്തിലുള്ള കുട്ടികളുടെയും ഗെയിമുകളും കളികളെ കുറിച്ചൊക്കെ സൈക്കോളജിയുടെ ക്ലാസ്സിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു സെമിനാർ സെപ്പറേറ്റ് എടുത്തു തരാൻ തയ്യാറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി ആ കുട്ടിക്ക് ഇപ്പോൾ എത്ര IQ ഉണ്ടെന്ന് നിങ്ങൾക്ക് അളക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ MA/CA into 100 ആണ്. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് into 100 ആണ് ഒരു കുട്ടിയുടെ ബുദ്ധിമാനം അളക്കുന്നതിന്റെ സംവിധാനം. അതിന് ചില
ടൂൾസ് എക്യുപ്മെന്റ്സ് ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. ഗെയിമിലൂടെ തന്നെ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താ, കുറച്ചുകൂടി കുട്ടികൾക്ക് കളിയിലൂടെ ഭൗതിക വികസനത്തിനുള്ള സമീപനം കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ടൈമിന് 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സെൽഫ് ആക്ടിവിറ്റി is the principle of Froebel. Approach to education, self activity is determined as one's own abilities and interest. In providing self activities to children, teachers should bear the following points. എന്തൊക്കെയാണ് സെൽഫ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ 4 പോയിന്റ്സ് ആണ് അദ്ദേഹം പറയുന്നത് ടീച്ചേഴ്സ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ആക്ടിവിറ്റീസ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് ക്ലിയർ. കുട്ടികൾക്ക് ക്ലിയർ ആവണം, മനസ്സിലാണ്, കളിയുടെ റൂൾസും ടൈംസും ഒക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് കുട്ടികളായിട്ട് കളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ മുതിർന്നവര് കുട്ടികളായിട്ട് ചെറിയ എന്താ നമ്മൾ ഇവിടെ കളിക്കുന്ന കുട്ടികളായിട്ട് ഓടപ്പെടാം. ഞാൻ എന്റെ കൊച്ചുമായിട്ട് കളിക്കുന്ന കളിയാണ് ഓടപ്പിടും. അപ്പൊ അങ്ങനെ കളി അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ക്ലിയർ ആക്കണം. ഓടിപ്പിടുത്തം എന്നൊക്കെയാണ്, ഓട്ട മത്സരമൊക്കെയാണ് കളിക്കുന്നത്. അപ്പോ ആക്ടിവിറ്റി ഷുഡ് ബി കൺട്രോൾഡ്. How it can be controlled, and you know it. Activity should be in a social environment. That means all the activities shall be connected with the social environment. Activities that will help the child to develop the social interaction skill. Activities may be in the form of work or play. വർക്കിനോ പ്ലേയിലോടെ കുട്ടികൾക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നത് അടക്കമുള്ള കളികളില് അതൊരു വർക്കാണ്, അതൊരു പ്ലേയുമാണ്. ഇനി അങ്ങനെയുള്ള ആക്ടിവിറ്റി ഷുഡ് ബി ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്, ഷുഡ് ബി കൺട്രോൾഡ്. ആക്ടിവിറ്റീസ് മസ്റ്റ് ബി specific and clear. So importance of play we will continue in the next class. Now I am going to stop. 1 minute is remaining for you. Now this is the time for discussion.